ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാമു ക്ലോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കിടിലം യമ്മി സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. ഇതിൻ്റെ പേര് നൂഡിൽസ് ബോൾ എന്നാണ്. ഇത് നമുക്ക് എഗ്ഗ് കൊണ്ടും ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം 3 പൊട്ടാറ്റോ എടുത്ത് നന്നായി വേവിക്കാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ആദ്യം 2 ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും 2 മുട്ടയും എടുക്കാം. ഇനി നമുക്ക് 2 പീസ് നൂഡിൽസ് എടുക്കാം. ശേഷം ഇത് വേവിക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഇടുന്നതിന് മുമ്പ് ഇതിലേക്ക് നൂഡിൽസ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് പൗഡർ നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ നൂഡിൽസ് നന്നായി കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഉള്ളി അരിഞ്ഞെടുക്കാം. അതിനായി ഞാനിപ്പോൾ എടുക്കുന്നത് ചോപ്പറാണ്. ചോപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കത്തി വെച്ച് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിഞ്ഞ് വെക്കാം. അപ്പോഴേക്കും നമ്മളെ നൂഡിൽസ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം വാരാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി 2 മുട്ട നന്നായി കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഉള്ളി നന്നായി വഴന്നു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികളെ നോക്കാം. ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ എന്നിവ എടുക്കാം. ശേഷം നമുക്ക് ഈ പൊടികളെ വഴറ്റിയ ഉള്ളിയിലേക്ക് ചേർക്കാവുന്നതാണ്. ശേഷം നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഉപ്പിട്ട് വെച്ച മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മുട്ട സവാള മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ആറാൻ വെച്ച നൂഡിൽസ് ഈ മസാലയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയില ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ നൂഡിൽസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നൂഡിൽസ് ബോൾസ് ആക്കി മാറ്റാം. പിന്നീട് നമുക്ക് മൊസാറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. മൊസാറല്ല ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാദാ ചീസ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നൂഡിൽസ് ബോൾസിൽ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ആഡ് ചെയ്ത് അത് വീണ്ടും നന്നായി ബോൾ ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് കുറച്ച് മൈദ എടുത്ത് അതൊരു ബൗളിലാക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസും എടുത്ത് ആദ്യം ഗോതമ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച മൈദ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഓരോരോ ബോൾസായി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ബോൾസൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതിനെ ചെറുതായി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ടേസ്റ്റി നൂഡിൽസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി സ്നാക്ക് ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.